ഹായ് ഓൾ, എംപവറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ലീനിയർ ഓൾജിബ്രയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ലീനിയർ ഇക്വേഷൻസ്, പിന്നെ അതുപോലെ തന്നെ മെട്രിക്സിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ മെട്രിക്സിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് ഞാൻ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസിൽ വെക്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനൊക്കെ കണ്ടുള്ളൂ. പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് ടോപ്പിക്ക് വിട്ട് കളയാൻ പറ്റില്ല. സോ നമ്മൾ അതുകൊണ്ടാണ് വെക്റ്റേഴ്സ് എന്താണെന്നുള്ളത്, വെക്റ്റർ സ്പേസ് എന്നാണ് ശരിക്കും നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ആദ്യം ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്റ്റേഴ്സ് എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അത് പഠിച്ചിട്ടുണ്ടാവുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ ബേസിക് തൊട്ട് തന്നെ വെക്റ്റേഴ്സിൻ്റെ ഒന്ന് എടുക്കുകയാണ്. അപ്പം എന്താണ് വെക്റ്റർ എന്നുള്ളത്? അപ്പോൾ ആരെങ്കിലും വെക്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക. സോ എന്നിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് വെക്റ്റർ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം കേൾക്കുന്നവരുണ്ടോ വെക്റ്റർ എന്നുള്ളത്? ഞാൻ വെക്റ്റർ പറയുന്നതിന് മുമ്പ് ഞാനൊരു നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടി, ഇപ്പോൾ എല്ലാവരും നമ്മൾ ഫിസിക്സൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ബിഫോർ 10th സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡയറക്ഷൻ കൂടെ പറഞ്ഞിട്ട് ഒരു വാല്യൂ, അതായത് ഇപ്പം നമുക്കറിയാം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ഒക്കെ പറയുമ്പോൾ, വെലോസിറ്റി അല്ല, നമുക്കൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അതായത് ഒരു ബോഡി ഒരു പോയിന്റിലിരിക്കുന്ന ഒരു പർട്ടിക്കുലർ തിങ് അത് കുറച്ച് മൂവ് ചെയ്തു അപ്പം നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു ഐറ്റം ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ട് അതിപ്പോൾ ഈ പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ അത് ഈ ഡിസ്റ്റൻസ് എനിക്ക് ഒരു വാല്യൂ പറയാം. ഇപ്പോൾ 3 മീറ്റർ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. പക്ഷേ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് റൈറ്റ് സൈഡിലോട്ടാണോ അതോ ലെഫ്റ്റ് സൈഡിലേക്കാണോ അതോ ഇങ്ങനെയാണോ അപ്പോൾ ആ ഒരു ഡയറക്ഷൻ കൂടെ നമുക്ക് പറയാനായിട്ട്, ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് മൂവ് ചെയ്തു എന്ന് പറയാം. പിന്നെ അവിടെ നിന്ന് ആൾ ഇത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. പിന്നെ ആൾ ഇങ്ങനെ ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ മൂവ് ചെയ്തു, പിന്നെ ആൾ ഇത്ര ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, പിന്നെ ഇങ്ങനെ മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് പറയാം? ആദ്യം ആൾ ഇവിടെയായിരുന്നു. അപ്പോൾ ഇത്ര മീറ്റർ, ഇവിടെ 3 മീറ്റർ, ഇവിടെ 2 മീറ്റർ, അവിടെ നിന്ന് ഒരു 5 അപ്പോൾ ഇവിടെ ആൾ ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്തതെന്ന് ഡയറക്ഷൻ നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാണിക്കാം ഡയറക്ഷൻ. ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കാണ് കാണിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത്. വേണമെങ്കിൽ A B C എന്ന് കൊടുത്താൽ എയിൽ നിന്ന് ഒരാൾ ട്രാവൽ ചെയ്ത് ബിയിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോയി, അല്ലെങ്കിൽ അങ്ങനെ പറയാം. ബിയിൽ നിന്ന് പിന്നെ ഇത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മാറി എന്ന് പറഞ്ഞ് നമുക്ക് ഡയറക്ഷനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. അപ്പോൾ അതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എപ്പോഴും നമ്മളിപ്പം വാല്യൂസൊക്കെ പറയുമ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ 3 മീറ്റർ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ 3 മീറ്റർ എന്നേ പറയുള്ളൂ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഡയറക്ഷൻ കൂടെ പറയുന്നു. അതായത് നമ്മൾ ഒരു മെഷർമെൻറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിത്ത് ഡയറക്ഷൻ കൂടെ പറയുമ്പോഴാണ് നമുക്ക് അവിടെ, അതായത് ഡിസ്റ്റൻസ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഇതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്.
സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണം. ചിലപ്പോൾ ഞാൻ കുറച്ച് സൗണ്ട് കുറച്ച് സംസാരിച്ചിട്ടായിരിക്കാം. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് മെസ്സേജ് ഇടണേ, ക്ലിയർ ആയെങ്കിൽ. ഓക്കെ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണ്, പ്ലീസ് റിപ്ലൈ. ഇപ്പോൾ ഓക്കെ ആയോ? സൗണ്ട് ഓക്കെ ആയോ? ഒന്ന് ക്ലിയർ ആയോ? സൗണ്ട് ഓക്കെ ആണോ? സോ ഞാൻ എന്തായാലും ഡെഫിനിഷനിലേക്ക് പോവാം. സോ വെക്റ്റർ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ പറയാം. A vector is a quantity that has both magnitude and direction. It is typically represented as എന്ന് പറഞ്ഞിട്ട് ഒരു A is equal to എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണോ സൗണ്ട്? ഓക്കെ ആണോ സൗണ്ട്? ഓക്കെ, ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാം. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എന്തായാലും ഞാനത് കണ്ടിന്യൂ ചെയ്യാം ബാക്കിയും കൂടെ. ഓക്കെ, സോ നമുക്ക് വെക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഞാനിവിടെ ഡെഫിനിഷൻ, അതായത് ഞാനിപ്പോൾ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു പോയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഇത് പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഡിസ്റ്റൻസ്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ, ഒരു പേഴ്സൺ ഒരു ഇന്ന ഡയറക്ഷനിൽ ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അത് 5 മീറ്റർ. അവിടെ നിന്ന് ആൾ ഇന്ന ഡയറക്ഷനിൽ ഇത്ര മൂവ് ചെയ്തു, അപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഡയറക്ഷൻ കൊടുക്കണമല്ലോ. അപ്പോൾ മൂവ് ചെയ്തു, അപ്പോൾ അത് 6. പിന്നെ അവിടെ നിന്ന് ആൾ എയിലേക്ക്, ഇത് എ ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സിയിൽ നിന്ന് എയിലേക്ക് ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 5, 6 ആണെങ്കിൽ ഇത് ഞാൻ ഒരു 8 കൊടുത്തു. സോ ഈ ഓരോ വാല്യൂവിനെ എനിക്ക് ഓരോ വെക്റ്ററായിട്ട് എടുക്കാം. എ തൊട്ട് ബി വരെ ഉള്ളതിനെ എനിക്ക് എന്താണ്, എ ബി എന്നുള്ളതിനെ ഒരു വെക്റ്ററാണെന്ന് പറയാം. എന്തുകൊണ്ടാണ് വെക്റ്റർ എന്ന് പറയുന്നത്? ഇത് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിന് ഒരു ഡയറക്ഷൻ കൂടെ വരും. നമ്മളിപ്പോൾ നോർമലി എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് പറയും? 5 മീറ്റർ എന്നേ പറയാറുള്ളൂ. പക്ഷേങ്കിൽ നമുക്ക് ചില ക്വാണ്ടിറ്റീസൊക്കെ പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്ന് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു, അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ ബിയിലേക്ക് എത്ര ഡയറക്ഷനിൽ, ഇന്ന ഡയറക്ഷനിൽ ഇത്ര ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വെക്റ്റർ ആണെന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ട്, വാല്യൂവിന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്, പിന്നെ ഇതിന് ഒരു ഡയറക്ഷനും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വരുന്നതിനെയാണ് വെക്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾസ് ഒക്കെയാണ്. ഫോഴ്സ്, നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു വേണമെങ്കിൽ ഫോഴ്സിന് ഒരു ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇത് കുറച്ച് സയൻസ് ആപ്ലിക്കേഷൻസ് പറഞ്ഞാണ് ഇത് എവിടെയാണ് വരുന്നത്. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കില്ല ഇത് എന്തിനാണ് പഠിക്കുന്നതെന്നുള്ളൊരു ഇത് വരുമല്ലോ, അപ്പം അങ്ങനെയുള്ളത്. ഇനി വെക്റ്റർ, ഇവിടെ ഡെഫിനേഷനിലേക്ക് പോവുകയാണെങ്കിൽ വെക്റ്റർ ഈസ് എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ എന്നാണ്. എ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് A1I പ്ലസ് A2J പ്ലസ് A3K എന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും I J K എന്താണ്? അപ്പോൾ A1 പ്ലസ്, നമുക്ക് A ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, A1 പ്ലസ് A2 പ്ലസ് A3 എന്ന് എഴുതുന്ന വരെ അതിൻ്റെ കൂടെ I വന്നു, J വന്നു, K വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് I J K എന്നുള്ളത്. I J K ആർ ദ യൂണിറ്റ് വെക്റ്റേഴ്സ് എലോങ് ദ എക്സ്, വൈ ആൻഡ് ഇസഡ് ആക്സിസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്താണ്, ഇത് എക്സ് ആക്സിസ് ആണല്ലോ, ഇത് വൈ ആക്സിസ്. നമുക്കൊരു ഇമാജിനറി ആയിട്ട്, ഇമാജിനറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇസഡ് ആക്സിസിനെ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. കാരണം നമുക്ക് ഈ എക്സും വൈയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഒരു, അതായത് ടു ഡയമെൻഷനിൽ വരുമ്പോൾ നമുക്ക് 3 ഡയമെൻഷനിൽ വരുമ്പോൾ നമുക്ക് ഇസഡ് എന്നുള്ള ആക്സിസ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പം ഇവിടെ ഇതൊരു സ്പേസ് ആണെങ്കിൽ ഇവിടെ ഉള്ള ഒരു വാല്യൂ എ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന വാല്യൂ ആണെങ്കിൽ എയ്ക്ക് നമ്മൾ ഫസ്റ്റ് A1J, അതായത് ഇവിടെ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എക്സിൽ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ള വാല്യൂ പ്ലസ് വൈയിൽ നിന്ന് ഇതുവരെയുള്ള വാല്യൂ, പിന്നെ ഇസഡിൽ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ള വാല്യൂ. ഇതാണ് നമ്മളിങ്ങനെ എഴുതുന്നത്, ആഡ് ചെയ്ത് എഴുതുന്നത്. ഇതിൻ്റെ ഒരു തിയറിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഗ്രാഫിൽ ഡിനോട്ട് ചെയ്തിട്ട് ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഈ I J K എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് എക്സ് ആക്സിസിൽ നിന്ന് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, വൈയിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് J എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ എന്ന് പറയും. ഇത്രയൊന്നും നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കിനി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അപ്പം ബേസിക് ആയിട്ടുള്ളത് വെക്റ്റർ എന്താണെന്നുള്ളതായിരുന്നു മനസ്സിലാക്കാൻ. വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൂടെ വരുന്ന വാല്യൂ വരുന്നതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? പിന്നെ സീറോ വെക്റ്റർ. ഇനി ടൈപ്സ് ഓഫ്, നമ്മൾ സാധാരണ ടൈപ്സ് ഓഫ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ആ പേരിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് സീറോ വെക്റ്റർ. സീറോ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ വെക്റ്റർ എന്ന് പറയാം. സീറോ വെക്റ്റർ ഓർ നൾ വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 മാഗ്നിറ്റ്യൂഡായിട്ട് വരുന്നതായിരിക്കും ഏത്, നമ്മുടെ സീറോ വെക്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് യൂണിറ്റ് വെക്റ്റർ. പേര് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ എ വെക്റ്റർ വിത്ത് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 ആണ് വരുന്നത്. വെക്റ്റർ വിത്ത് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1. ഇനി പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് നമ്മുടെ ഇസഡ് ആക്സിസ്. ഓക്കെ, ഈ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒറിജിനിൽ നിന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റ് എ എന്ന് പറയുന്ന വെക്റ്റർ, അല്ലെങ്കിൽ ഇതിന് നമ്മുടെ ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ്, ഇങ്ങനെ
ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അതാണ് പൊസിഷൻ വെക്റ്റർ. അതായത് പർട്ടിക്കുലർ ഒരു റൂം എടുക്കുകയാണെങ്കിൽ ഒരു റൂമിലെ ഒരു ഐറ്റം എന്തെങ്കിലും ഒരു ഇത് നമ്മളിപ്പോൾ ഒരാൾ നിൽക്കുന്നു, ആ ആൾക്ക് ഓരോ ഡയറക്ഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അതാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് എ വെക്റ്റർ ദാറ്റ് റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് എ പോയിന്റ് റിലേറ്റീവ് ടു ആൻ ഒറിജിൻ. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് തിയറി പോലെയാണ്. പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇത് എന്താണെന്നുള്ളത് നോക്കാം. ഈക്വൽ വെക്റ്റർ, രണ്ട് വെക്റ്റേഴ്സ് ഈക്വൽ ആണ്. പിന്നെ വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഡയറക്ഷനും ഉണ്ടാവും, പിന്നെ വാല്യൂ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും നമ്മൾ വെക്റ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഈക്വൽ വെക്റ്റർ, ടു വെക്റ്റേഴ്സ് വിത്ത് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ രണ്ട് വെക്റ്റർ ഈക്വൽ ആണെന്ന് പറയുന്നത് എന്താ, സെയിം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ എ ബി എന്ന് പറയുമ്പോൾ രണ്ടും ബി വെക്റ്റർ എ വെക്റ്റർ. പിന്നെ നെഗറ്റീവ് വെക്റ്റർ. നെഗറ്റീവ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വെക്റ്റർ ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നു, പക്ഷെങ്കിൽ അടുത്ത വെക്റ്റർ, ഇതിപ്പോൾ എ എന്ന് പറയുന്ന വെക്റ്റർ ഒരു ഡയറക്ഷനിൽ പോകുന്നു, അപ്പോൾ ബി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇതിനും 2 ആയിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 ആയിരിക്കും. പക്ഷേ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് നമുക്കതിനെ നെഗറ്റീവ് വെക്റ്റർ, അതായത് എ ബാർ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബാർ, അങ്ങനെ നമുക്ക് എഴുതാം. അതാണ് നെഗറ്റീവ് വെക്റ്റർ. പിന്നെ രണ്ട് വെക്റ്റേഴ്സ് ലൈ അലോങ് ദി സെയിം ലൈൻ ഓർ പാരൽ ലൈൻസ്. അതായത് പാരൽ ലൈൻസിലാണെങ്കിൽ കൊളീനിയർ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊളീനിയർ വെക്റ്റർ എന്ന് പറഞ്ഞാൽ കോലീനിയർ എന്ന് വെച്ചാൽ രണ്ടും ഒരേ ലൈനിൽ അല്ലെങ്കിൽ പാരലായിട്ട് പോകുന്ന രണ്ട് വെക്റ്റേഴ്സാണ് കോലീനിയർ വെക്റ്റേഴ്സ് എന്ന് പറയും. പിന്നെ കോപ്ലെയിനാർ വെക്റ്റർ ഉണ്ട്. വെക്റ്റേഴ്സ് ദാറ്റ് ലൈൻ ദി സെയിം പ്ലെയിൻ ആണെങ്കിൽ കോപ്ലെയിനാർ വെക്റ്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഈ വെക്റ്റേഴ്സിനും എന്താണ് വാല്യൂ ഉണ്ട്. വെക്റ്റേഴ്സ് പൊസസ് വാല്യൂ മാഗ്നിറ്റ്യൂഡ് എന്നല്ല, നമ്മളെപ്പോഴും വാല്യൂ എന്ന് പറയാതെ, ഇപ്പം ഞാൻ വാല്യൂ എന്ന് പറഞ്ഞു, പക്ഷേ മാഗ്നിറ്റ്യൂഡ് എന്ന് തന്നെ പറയാൻ ശ്രമിക്കുക. മാഗ്നിറ്റ്യൂഡ്, അപ്പം വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് ഈ വെക്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ഷൻ ചെയ്യാം. അതായത് വെക്റ്റർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനിയുള്ള ഇത് ഏറ്റവും വെക്റ്റർ എന്ന് പറയുന്ന ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു വെക്റ്ററും ബി എന്ന് പറയുന്ന വെക്റ്ററും തരുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ A1 പ്ലസ് B1, A2 പ്ലസ് B2, A3 പ്ലസ് B3 എന്ന് പറഞ്ഞ് വരും. അതേപോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷനും വരുന്നത്. പിന്നെ നമുക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വരും, ഇവിടെ ഇപ്പോൾ എ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് തന്നേക്കുന്നത്, അതായത് പോയിൻറ്റ്സ് ആണ്. എ ഇസ് ഈക്വൽ ടു പോയിൻറ്റ്സ് ആണ് തന്നേക്കുന്നത്, A1, A2, A3. പിന്നെ നമ്മൾ ആ വെക്റ്ററിനെ നമ്മൾ ഡയറക്ഷനും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് A1 I പ്ലസ് A2 J പ്ലസ് A3 K എന്ന് പറഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് ആയിട്ടാണ് ഇതിനെ തന്നിരിക്കുന്നത്. ഇനി സബ്സ്ട്രാക്ഷനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. A1 നിന്ന് ഫസ്റ്റ്, ഇതിൽ നിന്ന് സെക്കൻഡ്, പിന്നെ A2 മൈനസ് B2, A3 മൈനസ് B3. അത് വളരെ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത്
എ എന്ന് പറയുന്ന വെക്റ്റർ A1 A2 A3 ആണ്. അതിനെ നമുക്ക് വേറൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ച് k വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ k എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇതിനെയെല്ലാം നമ്മളിത് നോർമലി എല്ലാ ഇപ്പം പ്രോബ്ലത്തിലും അല്ലെങ്കിൽ എല്ലാ ഇതിലും നമ്മൾ ചെയ്യുന്ന പോലെ KA1 KA2 KA3. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റുമാണ്. ഈ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് വരും. വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നെ നമുക്ക് സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. ക്രോസ് പ്രൊഡക്റ്റിനെ നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് വെക്റ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ A ഡോട്ട് B എന്നാണ് എഴുതുക. കാരണം ഡോട്ട് എന്ന് പറഞ്ഞല്ലേ, ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇതുപോലത്തെ ഒരു ഇത്. അപ്പോൾ നമുക്ക് A ഡോട്ട് B ഈസ് ഈക്വൽ ടു A B കോസ് തീറ്റ. അതായത് നമ്മൾ ഇത് നിങ്ങൾ എഴുതിയേക്കുന്നത് ശ്രദ്ധിക്കണം. എയുടെ വാല്യൂ ബിയുടെ വാല്യൂ മോഡ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മോഡ് ബി എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മോഡ് എടുത്തു, പിന്നെ കോസ് തീറ്റയും കൂടെ വരും. ഇനി കോസ് തീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. നമുക്കറിയാം കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 0 ഈസ് ഈക്വൽ ടു 1 ആണ്. കോസ് 90 എത്രയാണ്, കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അത് ഓർമ്മയുണ്ടോ, സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഞാനത് വേണമെങ്കിൽ അഡീഷണലായിട്ട് ഈ നോട്ട്സിൽ ചേർത്തോളാം, കാരണം നിങ്ങൾക്ക് ചിലർക്കത് ഓർമ്മയുണ്ടാവില്ല. സൈൻ 90 സൈൻ 0 0 ആണ്, സൈൻ 90 1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 0 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1 ആണ്, കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ AB കോസ് തീറ്റയാണ് വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളാണ്. അതായത് രണ്ട് വെക്റ്ററിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. കോസ് തീറ്റ എന്നാണ് നമ്മൾക്ക് ഡോട്ട് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പം അതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇനി തീറ്റ എന്ന് പറയുന്ന വാല്യൂ അനുസരിച്ച് നമുക്കിതിനെ പറയാം. എയും ബിയും എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു വെക്റ്റർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന് പോകുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അത് എപ്പോഴും ഓർത്തോണം. പെർപെൻഡിക്കുലർ രണ്ട് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ രണ്ട് സൈഡ് തമ്മിലുള്ള ആംഗിൾ. നിങ്ങൾ ട്രയാങ്കിളൊക്കെ പഠിച്ചിട്ട് എനിക്കൊന്നും ഇതിലില്ല, നിങ്ങൾക്ക് അല്ലാതെ പഠിക്കുമ്പോൾ അറിയാമല്ലോ. രണ്ട് ആംഗിൾ, ഇപ്പോൾ ഇത് തമ്മിൽ രണ്ട് ലൈൻസ് തമ്മിലൊരു ആംഗിൾ 30 ഡിഗ്രി, പിന്നെ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് 60 ഡിഗ്രി, പിന്നെ ഇത് തമ്മിൽ നേരെ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രി. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 90 ഡിഗ്രി. അതിനർത്ഥം എന്താണ്, ഈ വെക്റ്ററും ഈ വാല്യൂവും തമ്മിൽ പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അങ്ങനെ പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കണം. അതെങ്ങനെ 0 വരുന്നത്, ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പോൾ എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി വരും. അങ്ങനെയാണ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് വരുന്നത്. പിന്നെ പാരലാണെങ്കിൽ എങ്ങനെയാണ്, രണ്ട് ലൈൻ തമ്മിൽ പാരലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, പാരൽ മീൻസ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അതായത് രണ്ട് ലൈൻസ് പാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് വരയ്ക്കും, പക്ഷെ ഒരിക്കലും ഇതെന്താണ് കൂട്ടിമുട്ടത്തില്ല. അതാണ് ഇതിന് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. പാരൽ ലൈൻസ് എന്നതാണ് പറയുന്നത്. അപ്പോൾ പാരൽ ലൈൻസ് ആണെങ്കിൽ നമുക്കറിയാം ഇത് തമ്മിലുള്ള ആംഗിൾ എന്താണ്, 0 ആണ്. ഇത് തമ്മിലൊരു ആംഗിളും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കോസ് 0 എന്ന് പറയുന്നത് 1 ആവും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇഫ് എ ആൻഡ് ബി ആർ പാരൽ ദെൻ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി. ഡൗട്ടുണ്ടോ?
ഇനി നമുക്ക് ക്രോസ് പ്രോഡക്റ്റ്, വെക്റ്റർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് എ ആൻഡ് ബി ഈസ്, നമുക്ക് എന്താ അവിടെ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞപ്പം എ മോഡ് എ ഇൻറ്റു മോഡ് ബി സൈൻ കോസ് തീറ്റ വന്നു. ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് വരുന്നത്. അപ്പം സൈൻ തീറ്റ ഇൻറ്റു ഒരു എൻ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഇതും കൂടെ അഡീഷണൽ ആയിട്ട് വരും. എൻ ക്യാപ്പ് എന്ന് പറയുന്ന എ യൂണിറ്റ് വെക്റ്റർ ആയിരിക്കും. എൻ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്റ്റർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. എയും ബി എന്ന് പറയുന്ന രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ അതിന് ബി എന്ന് പറയുന്ന രണ്ട് വെക്റ്റർ ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഇതാണ് യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്റർ എന്നറിയാം വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ എൻ ക്യാപ്പ് എന്ന് ഇടാം. അങ്ങനെ വരുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്ന് പറയും. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പാരലാണെങ്കിൽ നമുക്കറിയാം തീറ്റ ബിക്കം പാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ബിക്കം 0. അപ്പോൾ നമുക്ക് എ ക്രോസ് പ്രോഡക്റ്റ് അവിടെ 0 ആവും. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം, കാരണം ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നിങ്ങൾ എപ്പോഴും വിചാരിക്കുകയും ഇപ്പോൾ മെട്രിക്സ് നമ്മൾ പഠിച്ചല്ലോ. അപ്പം നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നമ്മൾ മെട്രിക്സ് പഠിച്ചിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എ ക്രോസ് ബി ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എ ഡോട്ട് ബി ചെയ്യാമെന്നൊക്കെ നമുക്കിനിയും നോക്കാം. അപ്പോൾ മെട്രിക്സ് പോലെ നമുക്ക് എഴുതിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ഇവിടെ നമുക്കറിയാം പാരലാണെങ്കിൽ ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ കോലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതൊരു ലൈനാണെങ്കിൽ വെക്റ്റേഴ്സ് സെയിം ലൈൻ, ഇതൊരു എ എന്ന് പറയുന്ന വെക്റ്റർ ബി എന്ന് പറയുന്ന വെക്റ്റർ ഇങ്ങനെ ആയിരിക്കാൻ ഡയറക്ഷൻ. അപ്പം പക്ഷെ അത് സെയിം ലൈനിലാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ കോലീനിയർ വെക്റ്റർ എന്ന് പറയും. അതാണ് സെയിം ലൈൻ ഓർ പാരൽ ലൈൻസ് എന്ന് പറഞ്ഞ് വരുന്നത്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോലീനിയർ ആണ്. അതായത് അവിടെ ആംഗിൾ ഒന്നും മേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വെക്റ്റർ ഇതും കൂടെ ഒരു ആംഗിളും മേക്ക് ചെയ്യുന്നില്ല, 0 ആണ് അവിടുത്തെ ആംഗിൾ. അപ്പോൾ അതുകൊണ്ടാണ് കോലീനിയർ എന്ന് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾ ലിമിറ്റിൻ്റെ അപ്ഡേറ്റ് ചെയ്ത ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് എല്ലാവരും കുറച്ച് ടൈം കണ്ടെത്തി അത് ഒന്ന് കാണണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻസൊക്കെ കുറച്ച് ക്ലിയർ ആവും അതിൽ നിന്ന്. എല്ലാവരും അത് കാണണം. അതിൽ നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. പിന്നെ ഞാനിപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസേ ഇന്ന് എടുത്തിട്ടുള്ളൂ. അതായത് നമുക്ക് ഇന്നൊന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം വെക്റ്റർ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യും. നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടോ, ഒന്ന് മെസ്സേജ് ചെയ്യുമോ ആരേനും?
ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? സോ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇതിനെ ഇങ്ങനെ പറയുന്നത്. A is equal to 3i plus 4j. നിങ്ങൾക്കറിയാലോ വെക്റ്റർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ പോയിന്റ് ആയിട്ട് തരും. അതായത് നമുക്കിപ്പോൾ A is equal to 3, 4 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഈ വെക്റ്റർ നോക്കി A is equal to 3i plus 4j പ്ലസ് ഇവിടെ നമുക്കറിയാം ഇസറ്റിൻ്റെ ടേം ഇല്ല, അതായത് 0 ആണ് എന്നുള്ള ഐയുടെ ടേമും ജെയുടെ ടേമും ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കണം. സോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. മോഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ 3 അതിൻ്റെ സ്ക്വയർ ചെയ്യുക, ഓരോ ടേമിനെ സ്ക്വയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയണം ഐയുടെ സ്ക്വയർ എന്ന് പറഞ്ഞ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് 3i ദ ഹോൾ സ്ക്വയർ പ്ലസ് 4j ദ ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ അടുത്ത ടേം ഇല്ല ഇവിടെ, അതുകൊണ്ട് 0 സ്ക്വയർ എന്ന് വേണം എഴുതാം, 0k സ്ക്വയർ. അപ്പോൾ നമുക്ക് ഐയുടെ സ്ക്വയറൊക്കെ 1 ആണ്. അപ്പോൾ നമ്മുടെ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ വരും, 9 പ്ലസ് 16 5. ഇപ്പോൾ 3 ടേം ഉണ്ടായിരുന്നെങ്കിൽ 3 ടേമും നമുക്കിവിടെ മോഡ് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If two vectors are said to be parallel if their cross product is, അപ്പോൾ നമ്മളിപ്പം കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു വാട്ട് ഈസ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് നോക്കുക. എ ബി എന്ന് പറഞ്ഞ രണ്ട് വെക്ടർ ഉണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് പറഞ്ഞ് വരും. അതിൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്ത് വരും, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് പാരലാണ്, രണ്ട് വെക്ടേഴ്സ് പാരലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ആംഗിൾ എന്ന തീറ്റ ബിക്കം 0. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് തീറ്റയ്ക്ക് പകരം 0 ഇട്ട് കൊടുത്തു, അപ്പോൾ ആൻസർ ബിക്കം 0. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു പെർപെൻഡിക്കുലർ വെക്ടർ ഈസ് ഓൾവേസ്. ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ്, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ടു പെർപെൻഡിക്കുലർ വെക്ടർ. അപ്പം നിങ്ങൾ അന്നേരം തന്നെ എന്ത് എഴുതണം, ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് എഴുതുക. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് വെക്റ്റർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ വരുന്നത്. അങ്ങനെയാണ് എ ബി കോസ് 90. അപ്പോൾ കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഇൻറ്റു 0. ഒന്നുമില്ല, നമ്മളിപ്പോൾ പഠിച്ച ആ കൺസെപ്റ്റിന് നമ്മൾ പെർപെൻഡിക്കുലർ ആണോ പാരലാണ്, പാരലാണെങ്കിൽ ആംഗിൾ ബിക്കം, അതായത് തീറ്റ ബിക്കം 0. പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ ബിക്കം 90 ഡിഗ്രി. എന്നിട്ട് നമ്മൾ ആ വാല്യൂ സൈനും കോസിൻ്റെയും 90 അല്ലെങ്കിൽ 0 ഇട്ടിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നു. അത്രയേ ഉള്ളൂ ഇവിടെ നമ്മൾ ചെയ്തുള്ളൂ.
ഇത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് 2 യൂണിറ്റ് വെക്ടേഴ്സ് ഐ ജെ കെ എന്നുള്ള ഒരു ടേമാണ് വരുന്നത്. അത് നമുക്ക് ഒരു റൂള് നമ്മൾ പഠിക്കും, റൈറ്റ് ഹാൻഡഡ് റൂൾ എന്ന് പറഞ്ഞിട്ട്. അത് വെച്ചിട്ടാണ് നമുക്കത് ചെയ്യുന്നത്. അത് പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ ഇൻറ്റു ജെ എന്ന് പറയുന്നത് കെ ആയിരിക്കും. അത് ഒരു റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂളാണ്. ആ റൂൾ പ്രകാരം ഐ ഇൻറ്റു ജെ എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കെ ആണ്. അത് നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വെക്റ്റർ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ വെക്റ്റർ എ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കെയിലാർ കെ, ഇറ്റ്സ് ഡയറക്ഷൻ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചേഞ്ചസ്, റിമെയിൻസ് ദ സെയിം ഇഫ് കെ ഗ്രേറ്റർ ദാൻ 0, റിവേഴ്സ് ഇഫ് കെ ലെസ് ദാൻ 0, ബിക്കം 0, ഓൾവേസ് റിവേഴ്സ്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളൊന്ന് നോക്കി, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇഫ് എ വെക്റ്റർ എ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ സ്കെയിലാർ കെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു എങ്ങനെ വരും, A1 A2 A3. അപ്പോൾ ഓരോന്നിനെ വെച്ച് നമ്മൾ വാല്യൂ മാറും. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ നമുക്കറിയാം കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്താണ്, അത് റിമെയിൻ സെയിം തന്നെ ആയിരിക്കും. ഇവിടെ കെ എന്ന് പറയുന്നത് നമുക്കറിയാം സ്കെയിലാർ വാല്യൂ ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കെ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ അല്ലെ 1 വെച്ചിട്ടാണ് നമ്മൾ കെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 1A1 1A2 1A3 എന്ന് പറഞ്ഞ് വരും. പക്ഷേങ്കിൽ പകരം -1 വെച്ചാൽ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം ഇതെന്താകും, ഈ ഡയറക്ഷൻ എല്ലാം ഇതിൻ്റെ നെഗറ്റീവാകും, ഓപ്പോസിറ്റ് ഡയറക്ഷനാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഈ if a vector A is multiplied by a scalar k, its direction remains the same if k greater than 0, reverses if k less than 0. കെയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കെ ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ ബിലോ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാമല്ലോ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്കതിൽ വ്യത്യാസമൊന്നും, അതിൻ്റെ ഡയറക്ഷൻ അവിടെ മാറും. കെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച്, അത് സെയിം തന്നെ ആയിരിക്കും. ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. Which of the following is not a vector quantity? അപ്പം ഇത് നിങ്ങൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കാം. കാരണം വേറെ എക്സാംസ് ഒക്കെ നിങ്ങളിപ്പോൾ എഴുതുവാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്നിരുന്നു വാട്ട് ഈസ് എ വെക്റ്റർ. വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്ഷനും ഉണ്ടാവും മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്ഥാനമാറ്റം എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു ഒരാളിപ്പോൾ ഇവിടെ ഇരുന്നു, ആൾ ഇത്ര ദൂരേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ അതൊരു സ്ഥാനമാറ്റമാണ്. അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ഷൻ കൂടെ പറയുന്നുണ്ട് അതിൽ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി, കാരണം അവിടെ മാഗ്നിറ്റ്യൂഡും പറയും ഡയറക്ഷനും വരും. ഇനി ഫോഴ്സ് ഞാൻ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ഇത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇത്ര ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു, നമ്മളങ്ങനെ പറയാറുണ്ട്. ഇന്ന ഡയറക്ഷനിലേക്ക് ഇത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ പറയാം. മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇതൊക്കെ കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, സ്പീഡ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം.
എന്ന് നമ്മൾ, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം വെലോസിറ്റിയും ഈ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് പറയും. നമ്മൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റിയും നമ്മൾ ഇത്ര ഇന്ന ഡയറക്ഷനിലേക്ക് ഇത്ര വെലോസിറ്റിയിൽ, ഇപ്പോൾ ട്രെയിനിൻ്റെ ഒക്കെ പ്രോബ്ലം നിങ്ങൾ ഇപ്പോൾ PSCക്കൊക്കെ ട്രെയിനിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ ട്രെയിനിൻ്റെ ഡയറക്ഷൻ പറയും, ഇത്ര സ്പീഡ് പറയും, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് പറയാം, ഇത്ര സ്പീഡിൽ ഇത്ര ഡയറക്ഷനിലേക്ക് പോയി അങ്ങനെ പറയും. പിന്നെ നമുക്കറിയാം വർക്ക് എന്നുള്ളത് നമുക്കറിയാം പ്രവൃത്തി എന്ന് പറയും. നമ്മൾ ഇത്ര വർക്ക് ചെയ്തു, പക്ഷേ അതിനൊരു വർക്കിനൊരു യൂണിറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് പറയുന്നില്ല, അത് ഇത്ര ഇന്ന ഡയറക്ഷനിലേക്കൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്കായിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നത്. മെയിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നോക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്ഷൻ പറയുന്നുണ്ടോ എന്നാണ് നോക്കിയത്. ഡയറക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്ന് ഞാൻ അത് ഡിഫൈൻ ചെയ്തത്. ഇനി ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു AB sin θ n ക്യാപ്പ് എന്ന് പറഞ്ഞു അല്ലേ. ക്രോസ് എന്ത് പ്രൊഡക്റ്റ് ചെയ്തപ്പോഴായിരുന്നു? ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ n ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്ററാണ്. യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ വെക്റ്റർ എഴുതുക ഡിവൈഡഡ് ബൈ മോഡ്, അതിൻ്റെ മോഡ് വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടുത്തെ വെക്റ്റർ എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ A എന്ന് പറയുന്ന വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ വെക്റ്റർ എന്ന് പറഞ്ഞ വെക്റ്റർ തന്നെ എഴുതുക 6i + 8j എന്ന് എഴുതുക, ഹോൾ ഡിവൈഡ് ബൈ മോഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √6² + 8². സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കട്ടെ. സിക്സ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്? ഇഫ് എ ഈസ് എ വെക്റ്റർ മൾട്ടിപ്ലൈഡ് ബൈ ഒരു സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു വെക്റ്റർ ഞാൻ എടുത്തു, ഇപ്പം ഞാനിവിടെ പോയിൻറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ A1 i + A2 j അങ്ങനെ വേണമെങ്കിലും എനിക്ക് എടുക്കാം. പക്ഷെ ഞാനിപ്പം ഇവിടെ പോയിൻറ്റ്സ് എടുത്തു. ഒരു വെക്റ്ററാണ് ഇത്, A എന്ന് പറയുന്ന വെക്റ്ററാണ്. അപ്പോൾ ഇതിനെ എനിക്ക് ഒരു സ്കെയിലാർ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അതിപ്പോൾ എത്രയാണ്? 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമുക്കിവിടെ 1a1 1a2 1a3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കാണുമ്പോൾ നമുക്ക് എന്താണ് പോസിറ്റീവ്, ഇതിൻ്റെ മോഡ് എടുത്താൽ ഈ വെക്റ്ററിൻ്റെ മോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു വാല്യൂ, പോസിറ്റീവ് വാല്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ആ വെക്റ്റർ തന്നെയായിരിക്കും, നമുക്ക് പോസിറ്റീവ് ചേഞ്ച് ഒന്നുമില്ല. ഡയറക്ഷനാണ് ചോദിച്ചേക്കുന്നത്, ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല. പക്ഷേങ്കിൽ അതായത് 0യേക്കാൾ k > 0 ആണ്. ഇവിടെ ഞാൻ 1 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷേ ഞാൻ ഇഫ് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണല്ലോ, എൻ്റെ ആൻസർ -1 വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇവിടെ നമുക്കറിയാം എല്ലാത്തിനും മൈനസ് വരും. -a2 -a3 എന്ന് വരും. അതായത് നമ്മളിപ്പോൾ ചെയ്ത വെക്റ്ററിൻ്റെ തന്നെ -1 വെച്ച് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞേക്കുന്നത് റിമെയിൻസ് ദ സെയിം ഇഫ് k > 0 റിവേഴ്സസ്.
ഇത് റിവേഴ്സ് ആവും എപ്പോഴാണ് k<0. k എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി. നിങ്ങൾ ഈ ലാസ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കിയേ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഒരു 1 മിനിറ്റ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കാണാൻ ആ വെക്റ്റർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡ് വാല്യൂ എടുക്കുക. അത് ഫൈനൽ ആൻസറിലേക്ക് വരിക. യൂണിറ്റ് വെക്റ്ററാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. യൂണിറ്റ് വെക്റ്ററിന് പർട്ടിക്കുലർ ഇക്വേഷനാണ്. അതുപോലെ നമ്മൾ ഓരോന്നിനും ഇപ്പം ക്രോസ് പ്രൊഡക്റ്റ് വരുമ്പം അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ഓരോന്നിനും ഓരോ ഇക്വേഷനാണ്. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇന്നിപ്പോൾ ഞാൻ കുറേ ടോപ്പിക്കായിട്ട് എടുത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കൺഫ്യൂഷൻ വരും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്നിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നോക്കാം. പിന്നെ നമ്മുടെ മെട്രിക്സിൻ്റെ തന്നെ ബാലൻസ് ആയിട്ടുള്ളൊരു പോർഷൻ വരുന്നുണ്ട്. അതായത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് PSC യുടെ തന്നെ പല ക്വസ്റ്റ്യൻസിലും നമുക്ക് എനിക്ക് മെട്രിക്സിൻ്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് പ്രോപ്പർട്ടി, അതായത് 4 പ്രോപ്പർട്ടി തന്നിട്ട് ഈ പ്രോപ്പർട്ടി ആണോ, ഏത് പ്രോപ്പർട്ടിയാണ് അതിന്, അതായത് നമുക്ക് ഇൻവേഴ്സ് ചെയ്യാൻ പറ്റുമോ, ഡയഗണൈസ് ചെയ്യാൻ പറ്റുമോ, മീൻസ് അത് നമ്മളിനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ റാങ്ക് വെച്ചിട്ട് ഒരു റാങ്ക് ഇത്രയാണ്, അങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ട് കുറച്ച് കാര്യങ്ങൾ തരുന്നു. എന്നിട്ട് അത് ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അത് ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എല്ലാം അപ്ലൈ ചെയ്യാനും ഉള്ള ഒരു ഇത് വേണം. പിന്നെ എല്ലാം ടൈം കുറച്ച് ടൈമിനുള്ളിൽ ചെയ്യുന്ന രീതി വേണം നമ്മൾ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ജസ്റ്റ് എന്താണ് ഒരു വെക്റ്റർ, വെക്റ്ററിൻ്റെ സവിശേഷത, അതായത് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അത് കൂടാതെ ഡയറക്ഷനും ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനും നമുക്കൊരു വെക്റ്ററായിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെയാണ്, അതിൻ്റെ 2 വെക്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും വരുന്നത്. ഇല്ല, മാഗ്നിറ്റ്യൂഡ് നമ്മളോട് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ഡയറക്ഷൻ, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവില്ല. കാരണം മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരും, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എന്താണ്, 1ഉം -1ഉം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം വാല്യൂ അവിടെ വ്യത്യാസം വരുന്നില്ല. 1ഉം -1ഉം എടുത്തു, അല്ലെ -2ഉം 2ഉം എടുത്തു. അങ്ങനെ വരുമ്പോൾ വാല്യൂ വ്യത്യാസം വരില്ല, പക്ഷെ ഡയറക്ഷൻ മാറും, അതായത് ഓപ്പോസിറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് 1ഉം -1ഉം ഞാൻ അവിടെ എടുത്തത്. സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്.
സോ ഇന്നത്തെ ക്ലാസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി കുറച്ചുകൂടെ ഞാൻ എന്തായാലും നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് നോക്കുക. വളരെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈം മതി ഇന്നത്തെ നോക്കാൻ വേണ്ടി. ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. എന്നിട്ട് നമുക്ക് നാളെ ക്രോസ് പ്രൊഡക്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പിൽ. നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് മീൻസ് എനിക്ക് എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ അത് ആൻസർ ചെയ്യാം. ചിലപ്പം കുറച്ച് വൈകി ആൻസർ ചെയ്താലും മീൻസ് അത് ചെയ്യാം. സോ ഓക്കെ, താങ്ക് യു.